Good morning. Today I would like to discuss about the topic of that is types of air conditioning systems. Okay. According to the season, the air conditioning systems can be classified into three. That is first one, that is winter air conditioning system, and second one summer air conditioning system, and third one that is year round air conditioning system. Okay, so first of all, you guys are already know about what is that winter air conditioning system. Generally, what type of air is available at winter season? Okay, generally cool അല്ലെങ്കിൽ cold dry air is available. Okay, so what is the condition required for comfort, that is comfort of human? Okay, generally that is cold air is available. Okay, so നമുക്ക് കോൾഡ് എയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കോൾഡ് എയറിനെ എന്ത് കണ്ടീഷനിലേക്ക് മാറ്റുമ്പോഴാണ് കോൾഡ് പ്രത്യേകതയുണ്ട്, ചുമ്മാ എയർ അല്ല, ഡ്രൈ എയർ. കോൾഡ് ഡ്രൈ എയർ ഈസ് അവൈലബിൾ അറ്റ് എന്താണ്, ദാറ്റ് ഈസ് വിന്റർ സീസൺ. സോ നമ്മൾ എന്താണ് നമുക്ക് എന്താണ് അവിടെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താ, നമുക്ക് കണ്ടീഷൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അതിനകത്ത് ഡ്രൈ എയർ ആണെങ്കിൽ, കോൾഡ് എയർ ആണെങ്കിൽ, വളരെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ കംഫർട്ട് കണ്ടീഷനിങ് ആയ ജനറലി കംഫർട്ട് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 21 ഡിഗ്രി ഒക്കെ വരാം. 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡ്രൈബിൾ ടെമ്പറേച്ചർ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണ്, 50% ആണ്. അപ്പൊ ഇവിടത്തെ കേസിൽ ചിലപ്പോൾ എന്തായിരിക്കും, ടെമ്പറേച്ചർ വിൽ ബി ബിലോ എന്താണ് 21 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് മേ ബി 15 ഡിഗ്രി സെൽഷ്യസ് എക്സാമ്പിൾ. ബട്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി സംവേ ലോ, ദാറ്റ് ഈസ് അറൌണ്ട് വളരെ ലോ ആണെന്ന് വെക്കാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ, നമുക്കിവിടെ കംഫർട്ട് കണ്ടീഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് പ്രോസസ്സ് നമ്മൾ ചെയ്യണം? ഒന്ന് എന്താണ്, കോൾഡ് എയർ ആണ് നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് ഹീറ്റിംഗ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് കേസ് നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് എന്ത് ചെയ്യണം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹ്യൂമിഡിഫൈ ചെയ്യണം. ഹ്യൂമിഡിറ്റി ലോ ആണ് നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമിഡിഫൈ ചെയ്യണം. ആക്ച്വലി നമ്മൾ എന്തിനാണ് ഹീറ്റിംഗ് കൊടുക്കണമെന്ന് അറിയൂ, ഹ്യൂമിഡിഫൈ ചെയ്യുമ്പോൾ ലോ ടെമ്പറേച്ചർ ആയതുകൊണ്ട് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ചേംബറിനോ അതോ പൈപ്പിനകത്തോ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഐസ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ക്ലോഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എയറിനെ ഹീറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം എന്താണ് പ്രോസസ്സ് നോക്കാം. നമുക്കറിയാം, നമുക്ക് ജനറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എയർ എന്ന് വെച്ചാൽ എന്താണ്, കോൾഡ് ഡ്രൈ എയർ ആണ്. അപ്പൊ ഈ ഡ്രൈ എയറിനെ കംഫർട്ട് കണ്ടീഷനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് പ്രോസസ്സാണ് വേണ്ടത്, ആവശ്യമുള്ള എന്താണ്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. മനസ്സിലായല്ലോ? നമുക്കറിയാം. ഇതാണ് നമ്മുടെ വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ദാറ്റ് ഈസ് വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോൾഡ് കണ്ടീഷൻ സ്പേസ്. നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസ് ഇതാണ്. നമുക്കറിയാം ആദ്യം എന്താ ചെയ്യുന്നത്, നമുക്ക് കണ്ടീഷൻ സ്പേസിലെ എയർ നമ്മൾ എന്ത് ചെയ്യുന്നു, റീസർക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് റിട്ടേൺ എയർ ഡക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യുവാണ്, നമ്മുടെ വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് വരുവാണ്. ഓക്കെ, അവിടെ എന്ത് വരുന്നു, ഇവിടെ നമ്മൾ കാണുന്നതാണ്, ഇവിടെ ഒരു ഡാമ്പർ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എയറിനെ നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യുന്ന എയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തോട്ട് കളയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രഷ് എയറിനെ ഉള്ളിലേക്ക് എടുക്കാനും സാധിക്കും. അപ്പൊ ഒരു പാർട്ട് പുറത്തോട്ട് പോകും, ബാക്കി ഒരു പാർട്ട് എന്ത് ചെയ്യും, നമുക്ക് എയർ കണ്ടീഷൻ ഉള്ളിലോട്ട് വരും. ഓക്കെ, അപ്പൊ ഉള്ളിലോട്ട് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷൻ ചെയ്യണം. പുറത്തുനിന്ന് വരുന്ന എയറിനെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്നതാണ് ഡാമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡക്ട് എന്ന് പറയാൻ പറ്റില്ല, ഔട്ട്ലെറ്റുകൾ, അതിന്റെ ഇത് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതാണ് ഡാമ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക. അത് നേരെ വരുന്നത് എങ്ങോട്ടാ, ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഫിൽട്ടർ ആണ്. ഫിൽട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിൽട്ടർ? എന്തായിരിക്കാം, ഡസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡേർട്ട് ആവാം, ഡസ്റ്റ് ആവാം, അല്ലെങ്കിൽ അതർ ഇംപ്യൂരിറ്റീസ് ആവാം. ഇതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നതാണ് പ്രീ ഹീറ്റർ. എന്താണ് പ്രീ ഹീറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആഫ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽട്ടർ കഴിഞ്ഞ നെക്സ്റ്റ് എയർ നോ പാസസ് ത്രൂ എന്താണ്, പ്രീ ഹീറ്റ് കോയിൽ. അപ്പൊ അവിടെ എന്താ ഉണ്ടാവാനുള്ള ചാൻസ്, നമുക്ക് എയറിന്റെ ടെമ്പറേച്ചർ ലോ ആണ്. അപ്പൊ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എയർ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഫ്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ എന്താവും, ഫ്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഫ്രീസ് ആവാതിരിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
നമുക്ക് പറയാം. ഹ്യൂമിഡിഫയറിൽ പോകുമ്പം നോർമലി ഹ്യൂമിഡിഫയറിനകത്ത് വാട്ടർ സ്പ്രേ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ വാട്ടർ സ്പ്രേ ചെയ്യുമ്പോൾ കോൾഡ് എയർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്തായി പോവും, അവിടെ ഫ്രീസ് ആയി പോവും. ഫ്രീസ് ആയിട്ട് ക്ലോഗ് ചെയ്തിരിക്കും, ഐസ് ഫോം ചെയ്തിരിക്കും. അപ്പോൾ അത് റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രീ ഹീറ്റ് കോയിലിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ എയർ നൗ പാസസ് ത്രൂ എ പ്രീ ഹീറ്റ് കോയിൽ ഇൻ ഓർഡർ ടു prevent the possible freezing of water and to control the evaporation of water in the humidifier. Okay, evaporation of water in the humidifier. After that, the air is made to pass through a reheat coil. After that, the air is made to pass through a reheat coil to bring the air to the designed dry bulb temperature. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അത് കഴിഞ്ഞ് പ്രീ ഹീറ്റ് ചെയ്തു, ടെമ്പറേച്ചർ കൂടി, അത് കഴിഞ്ഞ് നമ്മൾ ഹ്യൂമിഡിഫയറിലേക്ക് പാസ് ചെയ്തു. ഹ്യൂമിഡിഫയറിൽ പോയപ്പോൾ ഹ്യൂമിഡിറ്റി കൂടി, ഹ്യൂമിഡിറ്റി ആഡ് ചെയ്തു. അപ്പോൾ ഹ്യൂമിഡിറ്റി ഹയർ ആണെങ്കിൽ അത് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റീഹീറ്റ് കോയിൽ. ദാറ്റ് ഈസ് നമുക്ക് എന്താണോ നമുക്ക് അവിടെ ആവശ്യമുള്ളത്, കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനാണ് അവിടെ റീഹീറ്റ് കോയിൽ. അപ്പോൾ ദാറ്റ് ഈസ് ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും, ഹ്യൂമിഡിറ്റി ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹ്യൂമിഡിറ്റി ഹൈ എന്ന് വെച്ചാൽ ചിലപ്പോൾ കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി കുറയ്ക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റീഹീറ്റ് കോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് റീഹീറ്റ് കോയിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നൗ ദ കണ്ടീഷൻഡ് എയർ ഈസ് സപ്ലൈ ടു കണ്ടീഷൻ സ്പേസ്. ഇനി എന്താ ചെയ്യുന്നത്, കണ്ടീഷൻ ചെയ്തിട്ടുള്ള എയർ. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് കണ്ടീഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്, ഇത്രയും പ്രോസസ്സാണ് കണ്ടീഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. ഇനി എന്താ ചെയ്യുന്നത്, ഈ കണ്ടീഷൻഡ് എയറിനെ വിച്ച് ഈസ് പാസ്ഡ് ത്രൂ എന്താണ്, കണ്ടീഷൻ സ്പേസ്. എങ്ങനെ, ഫാൻ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നുണ്ടാവുക, അപ്പോൾ ഫാൻ ഉള്ളത് കൊണ്ട് എയറിന് എന്തുണ്ടാവും, മൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ലോ ടെമ്പറേച്ചർ എയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കണ്ടീഷൻ സ്പേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയണത്, ഇനി എന്താ ചെയ്യുന്നത്, എ പാർട്ട് ഓഫ് എയർ അല്ലെങ്കിൽ യൂസ്ഡ് എയർ എന്ത് ചെയ്യുന്നു, ഈസ് എക്സോസ്റ്റഡ് ടു അറ്റ്മോസ്ഫിയർ ബൈ എന്ത് ചെയ്യാം, റിട്ടേൺ ഡക്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഫാൻ ഓർ എക്സോസ്റ്റ് ഫാൻ. ഓക്കെ, അല്ലെങ്കിൽ വെന്റിലേറ്റേഴ്സ്. ഓക്കെ, റിമൈനിങ് പാർട്ട് ഓഫ് യൂസ്ഡ് എയർ ഈസ് അഗെയിൻ കണ്ടീഷൻഡ് ആൻഡ് മിക്സസ് വിത്ത് ഔട്ട്ഡോർ എയർ. മനസ്സിലായോ? ഇനി എന്താ ചെയ്യുന്നത്, ഔട്ട്ഡോർ എയർ എന്താ ചെയ്യുന്നത്, ഔട്ട്ഡോർ എയർ സക്ക്ഡ് ആൻഡ് മെയ്ഡ് ടു മിക്സ് വിത്ത് എന്താണ്, റീസർക്കുലേറ്റഡ് എയർ ഇൻ ഓർഡർ ടു മേക്ക് അപ്പ് ഫോർ ദ ലോസ് ഓഫ് എന്താണ്, കണ്ടീഷൻ സ്പേസ്. ഓക്കെ, ഇതാണ് ആക്ച്വലി എന്തെന്നുള്ളത്, ദറ്റ് ഈസ് വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. ഒന്നുകൂടി പറയാം, ഇതാണ് കണ്ടീഷൻ സ്പേസ്. കണ്ടീഷൻ സ്പേസിനകത്ത് നമുക്ക് എന്തുണ്ടാവും, റിട്ടേൺ ഡക്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ എയർ വരുന്നുണ്ടാവും. റിട്ടേൺ എയർ ആദ്യം എന്ത് ചെയ്യും, ഇതാണ് റിട്ടേൺ എയർ വരുന്നത്. റിട്ടേൺ എയർ വന്ന് ഒരു പാർട്ട് ഓഫ് എയർ എന്ത് ചെയ്യും, പുറത്തോട്ട് പോകും. ബാക്കി ഒരു പാർട്ട് ചിലപ്പോൾ ഫ്രഷ് എയർ ഉള്ളിലോട്ട് വരും. അപ്പോൾ ഈ ഉള്ളിലോട്ട് വരുന്ന എയർ ഡാമ്പർ അത് കൺട്രോൾ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എയർ ആണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, നമ്മുടെ വിന്റർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിലേക്ക് പോവുക. ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്, പ്രീ ഹീറ്റ് ദാറ്റ് ഈസ് ഫിൽറ്റർ ആണ്. ഫിൽറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് ആവാൻ, ഡയറക്റ്റ് ബാക്കിയുള്ള ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പ്രീ ഹീറ്റർ ആണ്. നമുക്കറിയാം, നമുക്ക് ശരിക്കും ആക്ച്വലി കാണുന്നത് ഹ്യൂമിഡിഫയർ ആണ്. അപ്പോൾ ഈ ഹ്യൂമിഡിഫയർ ആക്ച്വലി കോൾഡ് ടെമ്പറേച്ചർ ആയിട്ടുള്ള എയർ ആയതുകൊണ്ട് അതിനകത്ത് ഹ്യൂമിഡിഫയർ യൂസ് ചെയ്ത് ഹ്യൂമിഡിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോൾഡ് എയർ ആണ്. ഹ്യൂമിഡിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഫ്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഫ്രീസ് ആവാതിരിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രീ ഹീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ ഹീറ്റർ. നെക്സ്റ്റ് നമ്മൾ ഹ്യൂമിഡിഫയർ വിച്ച് ഈസ് യൂസ് ടു എന്താണ്, ഇൻക്രീസ് ദ ഹ്യൂമിഡിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണുന്ന റീഹീറ്റ് കോയിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹ്യൂമിഡിറ്റി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, കോൾഡ് എയർ പ്ലസ് എന്താണ്, ഹ്യൂമിഡിറ്റി ഹൈ. അപ്പോൾ ആ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംഫർട്ട് കണ്ടീഷൻ അല്ല. അപ്പോൾ ആ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എയറിനെ നമുക്ക് കണ്ടീഷൻ ചെയ്യാനുള്ള സ്പേസിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വി ഹാവ് ടു യൂസ് എന്താണ്, റീഹീറ്റ് കോയിൽ എന്താ ചെയ്യുന്നത്, എന്താ കംഫർട്ട് കണ്ടീഷനിങ് എന്താണോ ആ ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ എയറിനെ കൊണ്ടുവരും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫാനാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് യൂസ് ടു സപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എന്തെന്നുള്ളത് വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓർത്ത് വയ്ക്കുക. അപ്പോൾ വിന്റർ, സമ്മർ, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ്, ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അതെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, next we discuss about that is summer air conditioning system. Okay,
First of all, in summer means what condition of air is generally available in a summer condition. Okay, generally that is hot dry air is hot dry not that is hot not dry air, hot humid air, that is hot humid air is available at summer condition. എന്നുവെച്ചാൽ നമുക്കറിയാം ഹ്യൂമിഡിറ്റി കൂടിയിട്ടുള്ള ഡ്രൈ എയർ ആണ് നമുക്ക് സാധാരണ എന്താണ് സമ്മർ കണ്ടീഷനകത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് സിസ്റ്റം എടുത്താലും ഏത് കണ്ടീഷൻ എടുത്താലും, ഇപ്പോൾ സമ്മർ ആണെങ്കിൽ ഏത് കണ്ടീഷൻ ഓഫ് എയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, വിന്റർ ആണെങ്കിൽ ഏത് കണ്ടീഷൻ ഓഫ് എയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കംഫർട്ട് കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കംഫർട്ട് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏത് പ്രോസസ്സാണ് ആവശ്യമുള്ളത്, അതാണ് നമ്മൾ ഓരോ കേസിലും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ശ്രദ്ധിക്കുക. ഈ 3 കമ്പൽസറി ഒരു 10 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തിയറി ഒരു കാരണവശാലും നിങ്ങൾ വിടരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടീഷൻ ഓഫ് എയർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കറിയാം ഹോട്ടായിട്ടുള്ള ഹ്യൂമിഡിറ്റി കൂടിയിട്ടുള്ള ഹോട്ടായിട്ടുള്ള ഹ്യൂമിഡ് എയർ ആണ് എവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? സമ്മർ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ സമ്മർ കണ്ടീഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഹോട്ടായിട്ടുള്ള ഹ്യൂമിഡ് എയറിനെ നോർമൽ കംഫർട്ട് കണ്ടീഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹോട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? കൂൾ ചെയ്യണം. അപ്പോൾ കൂളിംഗ് വേണം. ഹ്യൂമിഡ് എയറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമിഡിറ്റി കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഡീഹ്യൂമിഡിഫൈ ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രോസസ്സ് ആവശ്യമുള്ളത്. നമ്മുടെ പ്രോസസ്സ് എന്താണ്? പ്രോസസ്സ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്താ വേണ്ടത്? കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ് നമുക്ക് നെസസറി ആയിട്ടുള്ളത്. കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ് നമുക്ക് നെസസറി ആയിട്ടുള്ളത്. എന്തിന്? ഫോർ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രമാണ് നമുക്ക് ഡിസ്പ്ലേനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് കണ്ടീഷൻ, എങ്ങനെയാണെന്ന് നോക്കാം. ജനറലി ഓക്കെ, നമുക്കറിയാം ഇതാണ് കണ്ടീഷൻ സ്പേസ് നമ്മൾ എന്ത് ചെയ്യുന്നു? എയർ റിട്ടേൺ ദാറ്റ് ഈസ് ഡക്ട് അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്ലെറ്റിലൂടെ നമുക്ക് ഉള്ളിലോട്ട് വരുന്നു. വിച്ച് ഈസ് മിക്സ്ഡ് വിത്ത് എന്താണ്? ഔട്ട്സൈഡ് എയർ. ഓക്കെ, അപ്പോൾ കുറച്ച് ചിലപ്പോൾ എന്താവാം, ഒരു പാർട്ട് ഓഫ് എയർ പുറത്തോട്ട് പോകുന്നുണ്ടാവും, പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു പാർട്ട് ഓഫ് എയർ ഉള്ളിലോട്ട് വരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. ഓക്കെ, വിച്ച് ഈസ് അഗെയിൻ പാസ്ഡ് ത്രൂ എന്താണ്? ഫിൽട്ടർ എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് ഈസ് റിമൂവ്സ് എന്താണ്? ഡേർട്ട്, ഇംപ്യൂരിറ്റീസ്, അങ്ങനെ ഡസ്റ്റ്, അങ്ങനെയുള്ളതൊക്കെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നതാണ് കൂളിംഗ് കോയിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോട്ട് ആയിട്ടുള്ള ഹ്യൂമിഡ് എയർ ആണ് നമുക്ക് എന്തിൽ അവൈലബിൾ ആവുന്നത്? ദാറ്റ് ഈസ് സമ്മർ കണ്ടീഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കണം. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കൂളിംഗ് കോയിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ കൂളിംഗ് കോയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ അല്ലെങ്കിൽ കംഫർട്ട് കണ്ടീഷനിൽ വരേണ്ട ടെമ്പറേച്ചറിനേക്കാളും ലോ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് കൂളിംഗ് കോയിലിന്റെ ഔട്ട്ലെറ്റിൽ നമുക്ക് കിട്ടാം. മനസ്സിലായ? കൂളിംഗ് കോയിലിന്റെ ഔട്ട്ലെറ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഓൾറെഡി നമുക്കറിയാം എന്ത് എയർ അവിടെ ഉള്ളത്? എന്ത് എയറാ? ഹ്യൂമിഡ് എയർ ആണ്. ഹ്യൂമിഡ് എയറിന്റെ കൂളിംഗ് കോയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള ഹ്യൂമിഡ് എയർ ആണ് നമുക്ക് ഔട്ട്ലെറ്റിൽ കിട്ടുക. ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള ഹ്യൂമിഡ് എയർ ആണ് നമുക്ക് എവിടെ കിട്ടുക? കൂളിംഗ് കോയിലിന്റെ ഔട്ട്ലെറ്റിൽ നമുക്ക് കിട്ടുക. കൂളിംഗ് കോയിലിന്റെ ഔട്ട്ലെറ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? ടെമ്പറേച്ചർ കോൾഡ് ആയിട്ടുള്ള ഹ്യൂമിഡ് എയർ ആണ് കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താ ആവശ്യം? ഈ ഹ്യൂമിഡ് എയറിന്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഡീഹ്യൂമിഡിഫയർ ആണ് നമ്മൾ വയ്ക്കുക. എന്താ നമ്മൾ ചെയ്യുന്നത്? ഡീഹ്യൂമിഡിഫയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഒരു പെർഫറേറ്റഡ് ആയിട്ട് ഒരു മെംബ്രെയിൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ചിലപ്പോൾ ഒരു സ്പോഞ്ച് ആവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംതിങ് ദാറ്റ് ഒരു സ്ക്രീൻ പെർഫറേറ്റഡ് ആയിട്ടുള്ള നമുക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ പെർഫറേറ്റഡ് മെംബ്രെയിൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു? മോയ്സ്ചർ കണ്ടന്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, മോയ്സ്ചർ കണ്ടന്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇതും കൂടെ വരുമ്പോൾ എന്തുണ്ടാവും? ചെറുതായിട്ട് ടെമ്പറേച്ചർ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ടെമ്പറേച്ചർ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തു, എന്ത് ചെയ്യുന്നു? മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് നമുക്ക് എവിടെ കിട്ടുന്നുണ്ടാവുക? ഈ പെർഫറേറ്റ് മെംബ്രെയിൻ്റെ ഔട്ട്ലെറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി ഈ പെർഫറേറ്റ് വരുന്ന മെംബ്രെയിനിൽ വരുന്ന ഈ മോയ്സ്ചർ കണ്ടന്റ് എന്ത് ചെയ്യും? മോയ്സ്ചർ കണ്ടന്റ് കണ്ടൻസ് ചെയ്ത് നമ്മൾ എവിടെ കളക്ട് ചെയ്യും? സമ്പിനകത്ത് കളക്ട് ചെയ്യും. ഇവിടെ നമുക്ക് കണ്ടൻസ് ആവുന്ന വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യും? സമ്പിനകത്ത് നമുക്ക് കളക്ട് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഹീറ്റിംഗ് ഓയിൽ. എന്തിനാണ് നമ്മൾ ഹീറ്റിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിന്റെ കണ്ടീഷൻ എന്താണ്? കോൾഡ് ആണ്. എഗെയിൻ എന്താണ്? ഹ്യൂമിഡിറ്റി, മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോർമൽ കണ്ടീഷനിലുള്ള മോയ്സ്ചർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൾഡ് എയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു 5 ഡിഗ്രി 6 ഡിഗ്രി ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 5 ഡിഗ്രി 6 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടീഷൻ സ്പേസിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് കണ്ടീഷൻ സ്പേസ് നമുക്ക് ആവശ്യം എത്രയാണ്? 21 ഡിഗ്രി സെൽഷ്യസ് ആണ്. 50% RH ഒക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആ കണ്ടീഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, എയറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യണം. എന്നിട്ട് അതാണ് നമ്മൾ റൂമിലേക്ക് സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹീറ്റിംഗ് കോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിന് ടെമ്പറേച്ചർ എന്താവും, ഇൻക്രീസ് ആവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ഹ്യൂമിഡിറ്റി ഓൾറെഡി എന്താണ്, നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്, നോർമൽ കണ്ടീഷനിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടീഷൻ, ഔട്ട്സൈഡ് കണ്ടീഷൻ കിട്ടുന്നത്. ഇനി ഇതിന്റെ ഫ്ലോ റേറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഫാനിലൂടെ ത്രൂ എങ്ങോട്ട് വരും, നമ്മുടെ കണ്ടീഷൻ സ്പേസിലേക്ക് വരും. ഓക്കെ, അഗെയിൻ ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ് എന്ത് ചെയ്യുവാണ്, അഗെയിൻ റിപ്പീറ്റ് ചെയ്യുവാണ്. ഇതാണ് ആക്ച്വലി എന്ത് വരുന്നുണ്ടാവുക, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം വരുന്നുണ്ടാവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ഒരു കാരണവശാലും നമ്മൾ മറക്കാൻ പാടില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കറക്റ്റായിട്ടത് നോട്ട് ചെയ്ത് പോകണം. ഓക്കെ Okay, so next we moving to next, that is continuous next conditioning system, that is എന്താണ്, year round air conditioning system. year round air conditioning system, the word എന്താ മീൻ ചെയ്യുന്നത്, what it means, year round എന്താ മീൻ ചെയ്യുന്നുണ്ടാവുക, നമുക്കൊരു ഇയറിനകത്ത് മൊത്തം യൂസ് ചെയ്യാവുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ അല്ലേ, ഒരു ഇയറിനകത്ത് മൊത്തം നമ്മൾ യൂസ് ചെയ്യാവുന്ന എയർ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്കത് ഒരു സിസ്റ്റം നമുക്ക് സമ്മർ സീസണിലും ഒരു സിസ്റ്റം നമുക്ക് എന്താണ് വിന്റർ സീസണിലുമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യണം, 2 സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ഏതൊക്കെയാണ്, സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റണം, വിന്റർ സീസണിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ജനറലി നമ്മൾ നേരത്തെ കാണുന്ന പോലെയൊക്കെ തന്നെ ഫസ്റ്റ് കേസ് എന്താ വരുന്നുണ്ടാവുക, നമുക്ക് ഫസ്റ്റ് വരുന്നത് എയർ കണ്ടീഷൻ സ്പേസ്. എയർ കണ്ടീഷൻ സ്പേസിൽ നിന്ന് നമുക്ക് റൂമിനകത്തുള്ള എയർ റീസർക്കുലേറ്റ് ചെയ്യുവാണ്. ആ എയർ എന്ത് ചെയ്തു, നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിലോട്ട്, നമുക്ക് സിസ്റ്റത്തിൻ്റെ ചേംബറിൻ്റെ ഉള്ളിലോട്ട് വരുവാണ്. വിച്ച് ഈസ് മിക്സ്ഡ് വിത്ത് എന്താണ്, ഔട്ട്സൈഡ് എയർ. അപ്പോൾ ഔട്ട്സൈഡ് എയർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ എന്താവും, ഒരു പാർട്ട് ഓഫ് എയർ പുറത്തോട്ട് പോകും, പിന്നെ എന്ത് ചെയ്യും, നമുക്ക് ഔട്ട്സൈഡ് എയർ ഉള്ളിലോട്ടും വരും. ഇതാണ് ഫസ്റ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ 2 കേസും കൂടെ എയറും കൂടെ എന്ത് ചെയ്യുവാണ്, മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ ഉണ്ടാവുന്നത്, ഈ എയർ മിക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് വിച്ച് ഈസ് പാസ്ഡ് ത്രൂ എന്താണ്, ഫിൽട്ടർ. ഇതെന്ത് ചെയ്യുവാണ്, വിച്ച് ഈസ് പാസ്ഡ് ത്രൂ എന്താണ്, ഫിൽട്ടർ. ഫിൽട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് യൂസ് ടു റിമൂവ് എന്താണ്, ഡസ്റ്റ് ആവാം, ഡേർട്ട് ആവാം, ഇമ്പ്യൂരിറ്റീസ് ആവാം. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുക, നമുക്ക് ഏതാണോ നമുക്ക് ആവശ്യമുള്ള കണ്ടീഷൻ, ആ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇനി നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കത് മനസ്സിലായി. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സമ്മർ കണ്ടീഷൻ ആണെന്ന് വിചാരിക്കാം, സമ്മർ കണ്ടീഷൻ ആണെന്ന് വെക്കാം. അപ്പോൾ സമ്മർ കണ്ടീഷനകത്ത് നമുക്ക് അവിടെ കിട്ടുന്ന എയറിൻ്റെ കണ്ടീഷൻ എന്താണ്, ഹോട്ട് ഹ്യൂമിഡ് എയർ ആണുള്ളത്. ഹോട്ട് ഹ്യൂമിഡ് എയർ ആണ് നമുക്കുള്ളത്. അപ്പോൾ ആ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്താ വേണ്ടത്, ഹോട്ട് ഹ്യൂമിഡ് എയർ ആണെങ്കിൽ കൂളിംഗ് കോയിൽ വേണം അല്ലേ, കൂളിംഗ് കോയിൽ ഹീറ്റ് വേണം, ഹീറ്ററും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ കണ്ടീഷനിലാണെങ്കിൽ എന്ത് ചെയ്തു, ഫിൽറ്ററിന് നമ്മൾ എന്ത് ചെയ്തു, ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്ത എയർ അഗെയിൻ പാസ് ത്രൂ എന്താണ്, കൂളിംഗ് കോയിലൂടെയാണ് പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ കൂളിംഗ് കോയിലിൻ്റെ പ്രത്യേകത എന്താ, കൂളിംഗ് കോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താ, കൂളിംഗ് കോയിൽ വിച്ച് ഈസ് ഓൾസോ ആക്ട് ആസ് എന്താണ്, ഡീഹ്യൂമിഡിഫയർ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയൂ, ഈ കൂളിംഗ് കോയിലിലെ എയറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിനേക്കാളും താഴെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്ത് വരുന്ന എയറിലെ ടെമ്പറേച്ചർ എന്തായിട്ട് പോവും, കണ്ടൻസ് ചെയ്ത് പോവും. എയറിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്ത് പോകുന്നുണ്ടാവും, കണ്ടൻസ് ചെയ്ത് പോകുന്നുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ടെമ്പറേച്ചർ അല്ല, എയറിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് എന്ത് ചെയ്ത് പോവും, കണ്ടൻസ് ചെയ്ത് പോവും. അപ്പോൾ എന്ത് വേണം, അങ്ങനെയാണെങ്കിൽ അത് ടെമ്പറേച്ചർ എന്താവണം, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിനേക്കാളും താഴെയാണെങ്കിൽ മാത്രമാണ് അങ്ങനെ സംഭവിക്കുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി, മോയ്സ്ചർ എന്ത് ചെയ്തും, കണ്ടൻസ് ചെയ്ത് പോവും, എയർ എന്തായി പോവും, എയർ ഗെറ്റ്സ് കൂൾഡ്. അപ്പോൾ ദെൻ ദ എയർ അലൗഡ് ടു പാസ് ത്രൂ. പിന്നെ അതിനുശേഷം നമുക്ക് ഹ്യൂമിഡിഫയർ ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ ഹ്യൂമിഡിഫയർ നമ്മൾ നോക്കണ്ട. നെക്സ്റ്റ് എന്താ ഉണ്ടാവുക, അഗെയിൻ വിച്ച് ഈസ് പാസ്ഡ് ത്രൂ എന്താണ്, ഹീറ്റിംഗ് കോയിൽ. എന്താ കാരണം, നമുക്ക് കിട്ടുന്ന എയറിന്റെ ടെമ്പറേച്ചർ കുറവാണ്. ഓക്കെ, മീഡിയം റേഞ്ച് ഹ്യൂമിഡിറ്റി ആണ് വരുന്നുണ്ടാവുക. ഹ്യൂമിഡിറ്റി ഉണ്ട് ഓൾറെഡി. ഹ്യൂമിഡിറ്റി നമ്മൾ എന്ത് ചെയ്തു,
ഹ്യൂമിഡിറ്റി നമ്മൾ ഈ പറയുന്ന കൂളിംഗ് കോയിൽ വെച്ച് റിമൂവ് ചെയ്തു, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്തു, ലോവർ ചെയ്തു. അപ്പോൾ നമുക്ക് ഹ്യൂമിഡിഫയർ നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അത് നമുക്ക് ഓൺ ആവില്ല. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഹീറ്റിംഗ് കോയിലാണ്. ഹീറ്റിംഗ് കോയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഹ്യൂമിഡ് എയറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മീഡിയം ഹ്യൂമിഡിറ്റി ഉള്ള എയറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കണ്ടീഷൻ സ്പേസിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താണ് റിക്വയർഡ് കണ്ടീഷൻ, ആ കണ്ടീഷനിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റർ യൂസ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് എത്രയാണോ സെറ്റ് ചെയ്യുന്നത് ആ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് മാറ്റും. എന്നിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ത്രൂ ഫാനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ സ്പേസിലോട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ, സമ്മർ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്മർ കണ്ടീഷനകത്ത് കൂളിംഗ് കോയിൽ മാത്രമാണ്, കൂളിംഗ് കോയിലും ഹീറ്റിംഗ് കോയിലാണ് എന്താവുന്നുണ്ടാവുക, ഓൺ ആവുന്നുണ്ടാവുക. ഓക്കെ, ഇനി അതേ സമയം തന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്ന എന്താണ്, സമ്മർ കഴിഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക, വിന്റർ കണ്ടീഷനാണ് വരിക, അല്ലെങ്കിൽ വിന്റർ സീസൺ ആണ് വരിക. അപ്പോൾ നമുക്ക് എന്താവും, വിന്റർ സീസണിനകത്ത് നമുക്ക് കിട്ടുന്ന എയറിന്റെ കണ്ടീഷൻ എന്താ വരുന്നുണ്ടാവുക, നമുക്ക് എന്താ വരിക, കോൾഡ് ഡ്രൈ എയർ ആണ് നമുക്ക് അവിടെ ഉണ്ടാവുക, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാവില്ല, നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ എന്തുണ്ടാവില്ല, നമുക്ക് നേരത്തെ കണ്ട എന്താണ്, കൂളിംഗ് കോയിൽ ഉണ്ടാവില്ല. കൂളിംഗ് കോയിൽ എന്തായിട്ടാവും, ഇൻഓപ്പറേറ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക. കൂളിംഗ് കോയിൽ എന്താണ്, ഇൻഓപ്പറേറ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക. അതേസമയം കൂളിംഗ് കോയിൽ എന്താണ്, ഇനോപ്പറേറ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനോപ്പറേറ്റീവ് ആയിട്ടുണ്ടാവുക അല്ലേ. ഇനി അവിടെ അതേസമയം നമുക്ക് എന്താ ആവശ്യം ഉണ്ടാവുക, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, പകരം നമുക്ക് അവിടെ എന്താണ്, ഹീറ്റിംഗ് കോയിൽ ഓപ്പറേറ്റ് ആവണം. എന്താ കാരണം, നമ്മുടെ കണ്ടീഷൻ എന്താണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ കണ്ടീഷൻ എന്താണ്, കോൾഡ് ഡ്രൈ എയർ ആണ്. അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് ആവശ്യമുള്ള പ്രോസസ്സ് എന്താണുള്ളത്, അപ്പോൾ നമുക്ക് അവിടെ ആവശ്യമുള്ള പ്രോസസ്സ് എന്താണ്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഹ്യൂമിഡിഫയർ യൂസ് ചെയ്ത് ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യും. ഹ്യൂമിഡിഫയർ നമ്മൾ എന്താവും, അപ്പോൾ കൂളിംഗ് കോയിൽ ഇനോപ്പറേറ്റീവ് ആണ്. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മൾ ഹ്യൂമിഡിഫയർ അവിടെ നമ്മൾ മിക്കവാറും നമ്മൾ സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുന്നത് ചെയ്യും, നമ്മൾ ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യും. അപ്പോൾ ഹ്യൂമിഡിറ്റി ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഡ്രൈ എയറിനകത്ത് എന്ത് ചെയ്തു, ഹ്യൂമിഡിറ്റി ആഡ് ചെയ്തു. അപ്പോൾ കോൾഡ് ഡ്രൈ എയർ ആണ് വരുന്നത്, അപ്പോൾ ഹ്യൂമിഡിറ്റി ആഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഹീറ്റിംഗ് കോയിലാണ്. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾഡ് എയറിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ സിസ്റ്റം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൻ്റർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്തെന്നുള്ളത് ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബോത്ത് എന്തുണ്ട്, കൂളിംഗ് കോയിലും ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും ഉണ്ടാവും. നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ ഇതിനെ ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യും, ഓപ്പറേറ്റീവ് ആക്കും, ഇനോപ്പറേറ്റീവ് ആക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് വാട്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മോഡേൺ സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. ഇതെല്ലാം സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ടാവും, കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമുക്ക് ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയിന്റ്സ് എല്ലാവരും നോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്